ഓക്കെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് ഈ ഹറാമും ഹലാലുമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് തവണ കേട്ട് മടുത്ത ഒരു വാക്കായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഹറാമും ഹലാലും തോന്നിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത്രത്തോളം എനിക്ക് കേട്ട് മടുത്തൊരു വാക്കായിരുന്നു. ഒരു ഏകദേശം ഒരു വർഷം മുമ്പോ അല്ലെങ്കിൽ 1-2 വർഷം മുമ്പോ ഞാൻ അതിനെ ഭയങ്കരമായിട്ട് ചിന്തിക്കുകയും ലൈഫിലൊരു ഹറാമ് വരരുത് എന്നൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് കേട്ടോ, അല്ലാത്തവരൊന്നും അല്ല. പക്ഷേ പലതും എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാറുണ്ട്. പലതും കേൾക്കുമ്പോൾ എന്തോ എൻ്റെ മനസ്സങ്ങനെ പെട്ടെന്നൊരു വിശ്വസിക്കില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട്. എന്തിനോടും ഏതൊരു കാര്യം കേൾക്കുമ്പോഴും എന്തോ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സ്വഭാവമാണോ എൻ്റേത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു. അതായത് പെട്ടെന്നൊന്നും ഈസി ആയിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്വഭാവം എനിക്കില്ല, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് മതത്തോട് വല്ല ദേഷ്യമുണ്ടോ, ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ മുസ്ലിമായിട്ട് ജീവിക്കുന്നതിൽ ഭയങ്കര അഭിമാനിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇസ്ലാം എൻ്റെ മതമാണ് എന്ന് പറയുന്നതിലും ഭയങ്കര അഭിമാനിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഓക്കെ, അതിലൊന്നും ഒരു സംശയമില്ല. എന്നെ മതം പഠിപ്പിച്ച ഉസ്താദുമാരോടുള്ള അളവറ്റ ബഹുമാനവും എനിക്കുണ്ട്. അതേപോലെ എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ മാതാപിതാക്കൾ, അവർ മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ അവരോടും എനിക്ക് അളവറ്റ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷേ പല കാര്യത്തിലും, എല്ലാ കാര്യത്തിലല്ല കേട്ടോ, പല കാര്യത്തിലും പലതിനോടും യോജിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവവും എനിക്കുണ്ട്. പല കാര്യങ്ങളും അതിപ്പോൾ ഉസ്താദുമാർ പറയുന്നതാണേലും, എൻ്റെ മാതാപിതാക്കൾ പറയുന്നതാണേലും, എൻ്റെ പാർട്ട്ണർ പറയുന്നതാണേലും, എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ പറയുന്നതാണെങ്കിലും എനിക്കതിനോട് പൂർണ്ണമായി യോജിക്കാൻ പറ്റാറില്ല. പ്രത്യേകിച്ച് ഈ ഹറാമും ഹലാലും ഭയങ്കര കൺഫ്യൂഷൻസാണ് എനിക്കെപ്പോഴും ഉണ്ടാക്കുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ അത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും, എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം അത് എനിക്ക്, ഞാൻ പലരോടും അങ്ങനെ അല്ല ഇങ്ങനെയാണ് എന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചിന്തിച്ച് നോക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കി നോക്കൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അപ്പോൾ അവർ പറയും അത് നിനക്കറിയാത്തതുകൊണ്ടാണ്, അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമുക്ക് വീണ്ടും ക്ലാസ് എടുക്കും. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലാവും, നമ്മൾ വാദിച്ച് ഫൈറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഓരോരുത്തർക്കും അവരുടേതായ ശരികളുണ്ട്, അല്ല, ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. അതൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പാടുള്ള ഒരു കാര്യമല്ല. ഞാനൊരു കാര്യത്തെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവണമെന്നില്ല, അല്ല. ആ വ്യക്തി ജീവിച്ച് വളർന്ന സാഹചര്യവും ആ വ്യക്തിയുടെ മാനസികാവസ്ഥയും ഒക്കെ ആ പ്രശ്നത്തെ വിശ്വസിക്കുന്ന ഒരു രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ആ ഒരു വിശ്വസിക്കും. അപ്പോൾ എനിക്ക് അവർ ശരിയാണ് ഞാൻ തെറ്റാണെന്ന് എനിക്ക് തോന്നുകയില്ല, ഞാൻ തെറ്റാണ് അല്ല ഞാൻ ശരിയാണ് അവർ തെറ്റാണെന്ന് ഞാൻ ചിന്തിക്കാറുമില്ല. പക്ഷെ പലതിനോടും യോജിക്കാൻ എനിക്ക് പറ്റാറില്ല എന്നൊരു തിരിച്ചറിവ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്പേസ് എനിക്ക് വേണം അപ്പോഴും. കാരണം മറ്റൊരാളോട് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷേ എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് പറയാൻ വേണം എന്നതാണ് എൻ്റെ ഒരു സ്റ്റാൻഡ്. അങ്ങനെയാണ് ഞാനൊരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് ചിന്തിച്ചത്. ഓക്കെ, ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ മതത്തിൽ നമ്മൾ എന്താ പറയുക, ഞാൻ മതം ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ, എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു വാക്കാണ് ഹറാം ഹലാൽ. ഏത് കാര്യം ചെയ്യുമ്പോഴും അത് ഹറാമാണ്, അത് ഹറാമാണ്, അത് ഹറാമാണ്. അങ്ങനെ എനിക്ക് ഹലാൽ അങ്ങനെ കേട്ട കുറവാണ്. ഹറാമ് 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 കേട്ട് ഞാൻ ഒരുമാതിരി മടുത്തെന്ന് പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഹറാമ് പോലെ കേൾക്കുന്നൊരു വാക്ക് തെറ്റാണ്, ശിക്ഷിക്കും, അല്ല ചോദിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് തോന്നില്ലേ, എന്തായി പറയണത്, അങ്ങനെ തോന്നാറില്ല. എനിക്കത് നല്ലവണ്ണം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ പഠിച്ചിട്ടുള്ള റബ്ബ് എന്ന് ഞാൻ മനസ്സിലാക്കിയ റബ്ബ്
അങ്ങനെ ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളൊന്നുമല്ല. ഓക്കെ, നമുക്ക് റബ്ബിനെ കുറിച്ച് ഇനിയൊരു വിഷയം ഇനിയൊരിക്കൽ സംസാരിക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ ഈ ടോപ്പിക്കിന് തന്നെ പറയട്ടോ. ഒന്നിൽ തുടങ്ങിയാലും പിന്നെ ഒന്നിലേക്ക് എത്തിപ്പോവും. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എനിക്ക്. ഓക്കെ, ഹറാം ഹലാൽ. അപ്പോൾ ഹറാമും ഹലാലും നമ്മുടെ ലൈഫിൽ ഇപ്പം നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, 1-2 വീഡിയോസിൽ പറഞ്ഞിരുന്നു. തട്ടമിടുന്ന വിഷയം, പെൺകുട്ടികൾ തട്ടമിടുന്ന ഒരു കാര്യം, അതേപോലെ സ്പ്രേ അടിക്കുന്ന കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞു. അതൊരു എക്സാമ്പിളായിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോകൾ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇത് എന്താ പറയണ്ടേ, ഈ ഒരു ഹറാമ്, അതായത് ഇത്രയും സിമ്പിളായ കാര്യത്തിനൊക്കെ ഭയങ്കരമായിട്ട് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ സ്പ്രേ അടിക്കുക എന്ന് പറയുന്നത് എന്തോ വലിയ തെറ്റാണ്, അവൾ വ്യഭിചാരിയാണ്. ഉസ്താദുമാരൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ പ്രഭാഷണങ്ങളൊക്കെ. ഏറ്റവും വലിയ തെറ്റുകാരിയാണ്, വ്യഭിചാരിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു സ്പ്രേ ഒരാളുടെ ശരീരത്തിൽ അയാളുടെ ശരീരം ഒന്ന് നല്ലൊരു സ്മെല്ല് വരണം, മറ്റൊരാൾക്കൊരു വിയർപ്പിൻ്റെ സ്മെല്ലൊന്നും ഫീൽ ചെയ്യരുത് എന്ന് വിചാരിച്ച് അടിക്കുന്ന സ്പ്രേ അടിച്ച പെണ്ണിനെ വ്യഭിചാരിയായിട്ട് മുദ്ര കുത്തുന്ന മതമായിട്ടാണ് ഇത് കേൾക്കുന്ന ഒരു എന്താ പറയുക, മതത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്തൊരു വ്യക്തിക്ക് തോന്നുക. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ മതത്തെ നമ്മൾ തന്നെ അതുവഴി അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഉസ്താദുമാർ അങ്ങനെ ചിന്തിക്കാതെ സംസാരിക്കുന്നത്? അല്ലേ, ഒരു വ്യഭിചാരി എന്ന രീതിയിലേക്ക് അവളെ ഉപമിക്കുന്നത് തന്നെ വലിയൊരു തെറ്റല്ലേ? അങ്ങനെ എത്ര സിമ്പിളായ ഒരു ചെറിയൊരു കാര്യം അതിനെ ഒരു വലിയ തെറ്റുകാരിയായിട്ട് ഉപമിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊന്നും ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സൊരിക്കലും തയ്യാറാവാറില്ല എന്നത് എൻ്റെ ഒരു ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം. അത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഒരുപാട് കാര്യത്തെക്കുറിച്ച് A to Z കാര്യത്തെക്കുറിച്ച് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കാൻ പറ്റും. കാരണം എല്ലാ കാര്യത്തിലും ഈ ഹറാമും ഹലാലും ഉള്ളതാണ്. അത് ഹലാലാണ്, ഇത് ഹറാമാണ്. ഹലാലിനേക്കാളും കൂടുതൽ ഹറാമാണ്. പിന്നെ കൂടുതൽ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ടോപ്പിക്ക് വരുമ്പോൾ കാണുന്നൊരു കാര്യം, അവൾ നരകത്തിൻ്റെ വിറക് കൊള്ളിയാണ്, എന്തൊക്കെയാ പറയുന്ന മനുഷ്യന്മാർ അല്ലേ. സത്യം പറഞ്ഞതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. നമ്മളങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടുണ്ടോ? എനിക്കറിയില്ല, ഞാനത് വിശ്വസിക്കുന്ന ഒരാളല്ല കേട്ടോ. നമുക്കങ്ങനെ ജഡ്ജ് ചെയ്യാനൊന്നും പാടില്ല. അത് അള്ളാഹും അവരും തമ്മിലുള്ളതാണ്. അത് അള്ളാഹ് തീരുമാനിച്ചോട്ടെ, അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിച്ചോട്ടെ. അല്ലാതെ നമ്മളങ്ങ് വിധി എഴുതാറുണ്ട്, അവൾ ചെയ്തത് തെറ്റാണ്, അത് ഹറാമിൻ്റെ പണിയാണ്, അവൾ പിശാചിൻ്റെ ആരോ ആണ്, അവൾ നരകത്തിൻ്റെ വിറക് കൊള്ളിയാണ്, ഇങ്ങനെയുള്ള കമൻസുകളൊക്കെ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ഹറാം ഹലാൽ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാനും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇനി ഉള്ള വീഡിയോസ് ഇതിൻ്റെ ബാക്കിയായിട്ട് ഓരോ പാട്ടായിട്ട് തന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതേ ടോപ്പിക്കിൻ്റെ ഓരോ പാട്ടായിട്ട് മുന്നോട്ട് പോവാം. ഓരോ കാര്യത്തെക്കുറിച്ചും എൻ്റെ അഭിപ്രായങ്ങൾ, ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആരെയും ഹേർട്ട് ചെയ്യാനോ ആരോട് തർക്കിക്കാനോ വാദിക്കാനോ ഒന്നും ഞാൻ നിൽക്കില്ല. പക്ഷേ എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് പറയണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് ഇരുന്ന് ആലോചിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.